നിരവധി അത്ഭുതങ്ങളുടെയും രഹസ്യപ്പൊരുളുകളുടെയും കലവറയായ ജൽജലൂത്തിയ ബെയ്ത്തിൻ്റെ അതിമഹത്തായ ഒരു ബെയ്ത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഈ ബെയ്ത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ബെയ്ത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, ആ ഭാഗം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയിലെ 14 അക്ഷരങ്ങൾ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആനിലെ തുടക്കത്തിൽ പറയപ്പെട്ടിട്ടുള്ള അക്ഷരങ്ങളുണ്ട്. അലിഫ് ലാം മീം, അലിഫ് ലാം റാ, ഹാമീം, ഹാമീം ഐൻ സീൻ ഖാഫ്, സ്വാദ്, ഖാഫ് എന്നൊക്കെ പറഞ്ഞ് വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുകളുടെ പ്രാരംഭങ്ങളിൽ വരാറുള്ള അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങൾ മുഴുവനും ഈ ഒരു ബെയ്ത്തിലെ ഒരു ഭാഗത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ബെയ്ത്തിൻ്റെ ആ ഭാഗം മാത്രം ചൊല്ലിയാൽ തന്നെ കൂടുതൽ പ്രതിഫലം ലഭിക്കും, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും, നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ അത് കാരണമാകും. മാത്രമല്ല അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മിനോട് തുല്യമായ അദദാണ്, ഒരു ഇസ്മിൻ്റെ അക്ഷരസംഖ്യയോട് തുല്യമായ അക്ഷരസംഖ്യയാണ് ഈ പറയപ്പെട്ട ഈ ബെയ്ത്തിലെ ഒരു ഭാഗത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബെയ്ത്തിനെക്കുറിച്ച് സ്വാലിഹീങ്ങൾ വളരെ കൃത്യമായി വിശദീകരിച്ച ഭാഗങ്ങളിൽ കാണാം. ഈ ബെയ്ത്ത് രാത്രിയിൽ കൃത്യമായി ഇത്ര ഇടവേളകളിട്ട് ഇത്ര സമയത്ത് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ ഏത് ആഗ്രഹം വെച്ചാണോ അത് ചൊല്ലിയത് ആഗ്രഹം പൂർത്തീകരിച്ച് കിട്ടും. അതുപോലെ തന്നെ സാമ്പത്തികമായി ഞെരുക്കത്തിൽ കഴിയുന്ന ആളുകൾക്ക് അവരുടെ ആ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും സലാമത്ത് ലഭിക്കാൻ കാരണമാകും, പൈശാചിക ഷർറുകളെ തൊട്ട് രക്ഷ ലഭിക്കാൻ കാരണമാകും എന്നൊക്കെ പറഞ്ഞു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ജൽജലൂത്തിയ അൽ ഖസീദത്തുൽ ജൽജലൂത്തിയ, ജൽജലൂത്തിയയിലെ നിരവധി ബൈത്തുകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതിലെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇത്രയും പരാമർശിച്ച ഈ വിഷയങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ബെയ്ത്തിനെ കുറിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും അത് പ്രയോഗിക്കാനും ജീവിതത്തിലേക്ക് പകർത്താനും അതിലൂടെ അള്ളാഹുവിലേക്ക് അടുത്ത് ശിഷ്ടകാലം റബ്ബിൻ്റെ പൊരുത്തത്തിലും തൃപ്തിയിലുമായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കും നമ്മോട് ബന്ധപ്പെട്ട ദുആ കൊണ്ട് കടപ്പെട്ട എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി ദുആ ചെയ്യുകയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ്. 10 മണിക്ക് വിളിക്കുന്നവർക്ക് മാത്രമാണ് നേരിട്ട് കാണാൻ സാധിക്കുക. ഒരുപാട് ആളുകൾ വരുമ്പോൾ നമുക്ക് കൺസൾട്ടേഷൻ ചെയ്യാൻ പ്രയാസമുണ്ടായത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ബുക്ക് ചെയ്യാതെ വരുന്നത് കൊണ്ട് ബുക്ക് ചെയ്തു വരുന്നവർക്കത് പ്രയാസകരമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ID ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാ ശനി ഞായർ ദിവസങ്ങളിൽ അവിടെ പോയി നോക്കിയാൽ ഈ ഞായറാഴ്ച ഫോൺ വിളിക്കണോ വിളിക്കണ്ടേ, ബുക്ക് ചെയ്യണോ ബുക്ക് ചെയ്യണ്ടേ, ഈ ചൊവ്വാഴ്ച ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ കൃത്യമായി അറിയാൻ സാധിക്കും. വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുമ്പോൾ സേവ് ചെയ്തവർക്ക് മാത്രം ഇവിടെയും സേവ് ചെയ്യണം, എന്നാലേ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. അവിടെയാകുമ്പോൾ ആർക്കും എപ്പോഴും എടുത്തു നോക്കിയാൽ അത് കാണാൻ സാധിക്കും. പലപ്പോഴും പലരും ഈ സമയത്തും കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ തിരക്കുകൾക്കിടയിലായിരിക്കും. ഇൻഷാ അല്ലാഹ് വിഷയം എല്ലാവരെയും എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്തുന്നത്. പലരും അറിയാതെ കോളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം എല്ലാ ദിവസവും നമുക്ക് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ നിരവധി ഇസ്മുകളെക്കുറിച്ച്, അസ്മാഉൽ ഹുസ്നയിലെ അതിമഹത്തായ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച്, വിശുദ്ധ ഖുർആനിലെ വളരെ സവിശേഷമായ സൂറത്തുകളെക്കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്വഹാബാക്കൾ ഹബീബായ തങ്ങളുടെ അടുക്കൽ വന്ന് ഓരോ വിഷയങ്ങളും പറയുമ്പോൾ ആ വിഷയങ്ങളെ പരിഹരിക്കാൻ വേണ്ടി മുത്തുനബി തങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ സ്ഥിരമായിട്ട് പറയാറുള്ളതല്ലേ. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രതിസന്ധികൾ പറയുമ്പോൾ, കടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ, അവരുടെ മാറാ രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, അവരനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് പറയുമ്പോൾ, ഭൗതികമായ കാര്യങ്ങളിലൂടെയൊക്കെ അത് പരിഹരിക്കുന്നതോടൊപ്പം അതൊന്നും നമ്മൾ നിഷേധിക്കുകയില്ല. ഒരാൾക്ക് ക്യാൻസർ ഉണ്ട്, ഒരാൾക്ക് മാരകമായ രോഗമുണ്ട്. ഇങ്ങനെയുള്ള പ്രതിസന്ധികളും രോഗങ്ങളും പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ ഭൗതികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യലോട് കൂടെ തന്നെ സ്പിരിച്വാലിറ്റി നമ്മളതിലേക്ക് അപ്ലൈ ചെയ്യണം. ആത്മീയമായിട്ട് അതിനെ പരിഹരിക്കാനും അള്ളാഹുവിനോട് ആ വിഷയത്തെ പ്രതി പറഞ്ഞ് അള്ളാഹുവിൽ നിന്ന് പ്രഥമമായി പരിഹാരം തേടാനും നാം തയ്യാറാകണം.
ഒരു രോഗത്തിന് വേണ്ടി ഡോക്ടറെ സമീപിക്കുമ്പോൾ തന്നെ ആ ഡോക്ടർ മെഡിസിൻ എഴുതി തരുമ്പോൾ തന്നെ ആ മെഡിസിനിൽ ശിഫ ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയേ നമുക്ക് നിർവാഹമുള്ളൂ. എത്രയോ ആളുകൾ മെഡിസിൻസ് കഴിച്ച് മാറുന്നില്ലല്ലോ. മെഡിസിൻസ് കഴിച്ച് മാത്രം മാറണമെങ്കിൽ അങ്ങനെ മാറേണ്ടതല്ലേ? മരുന്ന് കഴിച്ച് മാത്രം മാറണമെങ്കിൽ എത്രയോ ആളുകൾ മരുന്ന് കഴിച്ച് മാറുന്നില്ല. എന്നാൽ ആ മരുന്ന് തന്നെ മറ്റുള്ളവർ കഴിക്കുമ്പോൾ മാറുന്നുമുണ്ട്. എന്താ കാരണം? അള്ളാഹുവാണ് അവിടെ എല്ലാം നിയന്ത്രിക്കുന്നത്. ഈ മെഡിസിൻ കഴിച്ചാൽ അത് മാറണോ മാറണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ജഗന്നിയന്താവായ റബ്ബുൽ ഇസ്സത്താണ്. അതുകൊണ്ട് തന്നെ ഭൗതികമായി നമ്മൾ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്ന സമയത്തും അള്ളാഹുവിനോട് നാം നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യണം എന്നുള്ളത് കൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ അത്തരം വിഷയങ്ങളാണ് കൺസൾട്ടേഷന് വേണ്ടി വരുന്ന സമയത്ത് നമ്മൾ പറയാറുള്ളതും. നമ്മുടെ അടുക്കൽ മക്കളില്ലാത്ത ഒരുപാട് ആളുകൾ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഇന്ന് വരെ ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത എത്രയോ നിരാശയായി കഴിയുന്ന ദമ്പതികളുണ്ട്. അവർ IVF ഉൾപ്പെടെയുള്ള എക്സ്പെൻസീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇംഗ്ലീഷ് മെഡിസിൻസിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എന്നിട്ടും ഫലം ലഭിച്ചിട്ടില്ലാത്ത എത്രയോ ആളുകൾക്ക് അത്ഭുതകരമാകുന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ ഏതെങ്കിലും ആയത്തുകൾ ഉരുവിടുമ്പോഴേക്ക് ഹദീസിൽ മുത്തനബി തങ്ങൾ പറഞ്ഞ ദിക്റുകളും ദുആകളും പകർത്തുമ്പോഴേക്ക് അസ്മാഉൽ ഹുസ്നയിലെ ഏതെങ്കിലും ഇസ്മുകളും അതിൻ്റെ അദദുകളും കൃത്യമായി ജീവിതത്തിലേക്ക് പകർത്തുമ്പോഴേക്ക് മിറാക്കിൾ സംഭവിക്കുന്നത്, എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ്. ആധുനിക മെഡിക്കൽ സയൻസ് ഇനിയൊരിക്കലും മക്കളുണ്ടാകില്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്ത് തള്ളിയ എത്രയോ ആളുകൾക്ക് ജഗന്നിയന്താവാകുന്ന റബ്ബുൽ ഇസ്സത്ത് മക്കളെ നൽകിയ അനുഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. പല ആളുകളും നമ്മെ സമീപിച്ച് 12 വർഷമായിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായ അനുഭവം എനിക്ക് തന്നെ പേഴ്സണലായിട്ട് പറയാൻ സാധിക്കും. ഇതൊക്കെ അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം അള്ളാഹുവിനെ മറന്നു ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരീക്ഷണമായേക്കാം അത്. അപ്പോൾ ചിലപ്പോൾ നമ്മളൊരു ചില അമലുകൾ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ നോട്ടം നമ്മിലേക്ക് ഉണ്ടാകാൻ കാരണമാകും. അങ്ങനെ മക്കളുണ്ടാകാൻ കാരണമായ എത്രയോ അനുഭവങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴും ആത്മീയമായ ഇത്തരം പരിഹാരങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഭൗതികമായിട്ടുള്ള വിഷയങ്ങൾ ശ്രദ്ധിച്ചേ മതിയാകൂ. അതൊക്കെ അതിൻ്റെ കാരണങ്ങളാണ്. കാരണങ്ങളിലൂടെയാണ് ഓരോ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നിർവഹിക്കുന്നത്. നിനക്ക് സമ്പത്ത് ലഭിക്കണമെങ്കിൽ ആ സമ്പത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നോട്ടുകെട്ടായിട്ട് രാവിലെ നിൻ്റെ വീടിൻ്റെ മുമ്പിൽ അള്ളാഹു നിനക്ക് നേരിട്ട് കൊണ്ടുതരുന്നതല്ല. അത് ചില കാരണങ്ങളിലൂടെയാണ് നമ്മിലേക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണ് എല്ലാ വിഷയങ്ങളും. അപ്പോൾ മക്കളില്ലാത്ത വിഷയത്തിലേക്ക് ഇടപെടുമ്പോൾ അവിടെ നാം കൃത്യമായിട്ട് ഭൗതികമായിട്ടുള്ള അതിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. അപ്പോൾ വൈവാഹിക ജീവിതം, കുടുംബജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അവരുടെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് അത് കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കണം. അവരുടെ ലേഡിയാണെങ്കിൽ അവരുടെ ഭൗതികമായ വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് അവരുടെ പീരിയഡ്സിൻ്റെ സൈക്കിള് അത് റെഗുലറാണോ ഇറഗുലറാണോ നോക്കണം. അത് റെഗുലർ അല്ലെങ്കിൽ ഇറഗുലർ ആണെങ്കിൽ അത് ആ സൈക്കിൾ റെഗുലർ ആകാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്യണം. അതേപോലെ തന്നെ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട ഓവുലേഷൻ അത് നടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അത് നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ റെമഡികൾ നമ്മൾ ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ മെയിലിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഗർഭധാരണത്തിന് തടസ്സമാകുന്ന വിഷയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അവിടെ കൗണ്ട് കുറവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കി ഓവുലേഷനൊക്കെ കണ്ടുപിടിച്ച് ആ കൃത്യസമയത്ത് തന്നെ ട്രൈ ചെയ്തു നമ്മൾ ആത്മീയമായിട്ട് അള്ളാഹുവിലേക്കടുത്ത് നമ്മൾ ഇത്തരം ആത്മീയമായ പ്രതിവിധികളും അതിനോട് കൂടെ ചേർത്ത് ചെയ്യുമ്പോൾ തീർച്ചയായും മക്കളുണ്ടാകും. അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് എത്രയോ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ എങ്ങനെ ഏതു പരിഹാരം ഭൗതികമായിട്ട് ചെയ്യുമ്പോഴും ആത്മീയമായിട്ട് അള്ളാഹുവിലേക്കടുത്ത് ഒരു അമല് കൂടെ ചെയ്യാൻ തയ്യാറായാൽ അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും എന്നുള്ളത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ജൽജലൂത്തിയ ബെയ്ത്തിലെ കുറച്ച് ബെയ്ത്തുകളെക്കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അല്ലേ? നിങ്ങളൊക്കെ അത് പഠിച്ചവരാണ്. പലരും അത് നോട്ടിലേക്ക് എഴുതി വച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ബെയ്ത്ത് വളരെ ശ്രേഷ്ഠമായ, വളരെ മഹത്വമുള്ള, രഹസ്യങ്ങളുടെയും അത്ഭുതങ്ങളുടെയും കലവറയായ അതിവിശിഷ്ടമായ ഒരു ബെയ്ത്താണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ ഡിസ്പ്ലേയിൽ കണ്ടിട്ടുണ്ടാകും. അലാ വക്കിഫിനി യാദൽ ജലാലി ബികാഫികുൻ
ബിനസ്സി ഹകീമിൻ ഖാതിഇ സിർരി അസ്ബലത് അലാ വഖിഫിനി യാദൽ ജലാലി ബികാഫികുൻ ബിനസ്സി ഹകീമിൻ ഖാതിഇ സിർരി അസ്ബലത് അലാ വഖിഫിനി യാദൽ ജലാലി ബികാഫികുൻ ബിനസ്സി ഹകീമിൻ ഖാതിഇ സിർരി അസ്ബലത്. വളരെ മഹത്വമേറിയ ഒരു ബെയ്ത്താണത്. എന്താണ് ഈ ബെയ്ത്തിൻ്റെ അർത്ഥം എന്നറിയോ? അലാ, അറിയണം, ഓ അള്ളാഹുവേ, അള്ളാഹുവേ, അലാ വഖ്ഫിനി. അലാ വഖ്ഫിനി എന്ന് പറഞ്ഞാൽ എല്ലാ വിപത്തുകളെയും, എല്ലാ വിഷമകതകളെയും, എല്ലാ കഷ്ടതകളെയും, എല്ലാ പരീക്ഷണങ്ങളെയും, പ്രതിസന്ധികളെയുമൊക്കെ എനിക്ക് നീ മതിയാക്കി തരണേ എന്നാണ് അതിനർത്ഥം. എല്ലാ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും രോഗങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ക്ലേശങ്ങളും വഖിഫിനി, നീ എനിക്ക് അതോടൊപ്പം മതിയാക്കി തരണേ എന്നാണ് അതർത്ഥം. യാദൽ ജലാൽ, യാദൽ ജലാലി വല്ലിക്രാം എന്ന് അസ്മാഉൽ ഹുസ്നയിലുണ്ട്. യാദൽ ജലാൽ എന്ന് പറഞ്ഞാൽ ഓ വളർമ്മ ഉടയവനായ റബ്ബേ, ഓ വളർമ്മ ഉടയവനായ റബ്ബേ, എൻ്റെ എല്ലാ കഷ്ടതകളും എൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമതകളും രോഗങ്ങളും പരീക്ഷണങ്ങളും ബലാഉകളും മുസീബത്തുകളും നീ എനിക്കൊന്ന് മതിയാക്കി തരണേ. ബികാഫിക്കുൻ, കുൻ എന്ന് പറയുന്ന അതിവിശിഷ്ടമായ നിൻ്റെ കുൻ എന്ന് പറയുന്ന ആജ്ഞാപദത്തിലെ കാഫെന്ന അക്ഷരശക്തി കൊണ്ട്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം സൃഷ്ടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ വിശുദ്ധ ഖുർആനിലെ ഖൽബുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്തു യാസീനിൽ ആയത്തുണ്ട്, ഇദാ അറാദ ശൈഅൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും സൃഷ്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാശക്തി കൊണ്ട് അല്ലാഹു പറയുന്നതാണ് കുൻ എന്നാണ് അല്ലാഹു പറയുക. കുൻ എന്നാണ് പറയുക. നീ ഉണ്ടാകുക എന്ന അർത്ഥത്തിൽ, നീ ഉണ്ടാകുക എന്ന അർത്ഥത്തിലുള്ള കുൻ എന്നുള്ളതാണ് അവിടെ പറയുക. അപ്പം കുൻ എന്ന് പറയുമ്പോൾ ആ കുൻ എന്ന് പറയുന്ന ആ അതിമഹത്തായ ആ പദത്തിലെ കാഫ് എന്ന് പറയുന്ന ആ അക്ഷരത്തിൻ്റെ പൊരുൾ കൊണ്ട്, അതിൻ്റെ ശക്തി കൊണ്ട്, അതിൻ്റെ മഹത്വം കൊണ്ട്, അതിൻ്റെ അളമത്ത് കൊണ്ട് നീ എൻ്റെ എല്ലാ കഷ്ടതകളും വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ നീ ഒന്ന് മതിയാക്കി തരണേ. ബിനസ്സി ഹകീമിൻ ഖാതിഇ സിർരി അസ്ബലത്. ബിനസ്സി ഹകീമിൻ, ഹക്കീം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ നാമം, ആ ഹക്കീം എന്ന് പറയുന്ന നാമത്തിൻ്റെ ബാഹ്യമായ വ്യക്തമായ അതിൻ്റെ ചൈതന്യം കൊണ്ടും അതിൻ്റെ പ്രത്യക്ഷമായ വ്യക്തമായ ബാഹ്യമായ ചൈതന്യം കൊണ്ടും, ഹക്കീം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ നാമം അതിൻ്റെ മഹത്വം കൊണ്ട്. എങ്ങനത്തെ ഹക്കീമായ അള്ളാഹുവാണ്? ഖാതിഇ സിർ, ഖാതിഇ സിർ എന്ന് പറഞ്ഞാൽ സർവ്വരഹസ്യമറകളെയും സർവ്വരഹസ്യങ്ങളുടെയും മറകളെ മുറിച്ചു കളയുന്നതായ, അറുത്തുമാറ്റുന്നതായ, അതിനെയെല്ലാം നീക്കിക്കളയുന്നതായ ഹക്കീമായ അള്ളാഹു. അസ്ബലത്ത്, അസ്ബലത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു ഇസ്മാണ്. അസ്ബലത്ത് എന്ന നാമത്തിൻ്റെ മഹത്വം കൊണ്ടും സുറിയാനി ഭാഷയിലെ ഒരു പദമാണത്. എൻ്റെ പ്രാർത്ഥന, ഇതിൻ്റെയൊക്കെ മഹത്വം കൊണ്ട് എൻ്റെ ദുആ നീ സ്വീകരിക്കണേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ അസ്ബലത്ത് എന്ന് പറഞ്ഞാൽ അസ്മാഉൽ ഹുസ്നയിലെ അസ്സമീഅ എന്ന് പറയുന്ന ഇസ്മുണ്ട്. അസ്സമീഅ, എല്ലാം ശ്രവിക്കുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ എന്ന് പറയുന്ന അർത്ഥത്തിന് വരുന്ന ആ ഇസ്മ്, സൂക്ഷ്മമായി ശ്രവിക്കുന്നവൻ എന്ന അർത്ഥത്തിന് വരുന്ന ആ ഇസ്മിൻ്റെ, സൂക്ഷ്മമായി ശ്രവിക്കുന്നവൻ, ആ ഇസ്മിൻ്റെ അതേ അർത്ഥമാണ് അസ്ബലത്ത് എന്നുള്ള ഇസ്മിനുള്ളത്, ആ ഒരു പദത്തിനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കുൻ എന്നുള്ള പദം അത് ഉണ്ടാകാനുള്ള ഒരു ആജ്ഞയാണ്. അത് ശരിക്കും ഇങ്ങനെ അർത്ഥം വെക്കും, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ശരിക്ക് അള്ളാഹുവിൻ്റെ ഒരു ആജ്ഞയാണത്, ഒരു കൽപ്പനയാണത്. ഉണ്ടാകുന്ന സമയത്ത്, എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത്, സൃഷ്ടിക്കുന്ന സമയത്ത് കുൻ എന്നുള്ള ആജ്ഞയാണ് അള്ളാഹുവിൽ നിന്നുണ്ടാകുക. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള ആശയം എന്താ? ഈ ഒരു ബെയ്ത്തിൻ്റെ ആശയം,
എല്ലാ കഷ്ടതകളിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്നൊക്കെ അതൊക്കെ നീ എനിക്ക് മതിയാക്കി തരണേ വളർമ്മ ഉടയവനായ സുൽ ജലാലായ റബ്ബേ, വളർമ്മ ഉടയവനായ റബ്ബേ. എന്തുകൊണ്ട്? കുൻ എന്ന ആ പദത്തിൻ്റെ കാഫ് എന്ന അക്ഷരശക്തി കൊണ്ടും സർവ്വരഹസ്യമറകളെയും ചീന്തിക്കളയുന്ന, അറുത്തുകളയുന്ന, മുറിച്ചു കളയുന്ന, അതിനെ നീക്കിക്കളയുന്ന ഹക്കീം എന്ന നാമത്തിൻ്റെ വ്യക്തമായ, പരോക്ഷമായ, ബാഹ്യമായ, പ്രത്യക്ഷമായ നാമത്തിൻ്റെ, ആ ഹക്കീം എന്ന നാമത്തിൻ്റെ ചൈതന്യം കൊണ്ടും അസ്ബലത്ത് എന്ന നാമത്തിൻ്റെ മഹത്വം കൊണ്ടും എല്ലാ ആഫത്ത്, മുസീബത്തുകൾ, രോഗങ്ങളൊക്കെ നീ എനിക്ക് മതിയാക്കി തരണേ എന്നാണ് ഈ മഹത്തായ ബെയ്ത്തിൻ്റെ ആശയം വരുന്നത്. നിങ്ങൾ ഇതും കഴിവിൻ്റെ പരമാവധി കാണാതെ പഠിക്കണം. ഇനിയാണ് ഇതിൻ്റെ പ്രയോഗങ്ങളിലേക്കും ഇതിൻ്റെ പ്രയോജനങ്ങളിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കുന്നത്. ഈ ബെയ്ത്ത് ഉരുവിടലിനെ, അപ്പോൾ ഇവിടെ കുഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം പറഞ്ഞു, അള്ളാഹു എന്തെങ്കിലും ഉണ്ടാകാനുള്ള ഒരു ആജ്ഞ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്. ഹക്കീം എന്ന് പറഞ്ഞാൽ യുക്തിപൂർവം പ്രവർത്തിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അസ്ബലത്ത് എന്ന് പറഞ്ഞാൽ അസ്സമീഅ എന്ന് പറയുന്ന അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മിനോട് അർത്ഥം യോജിക്കുന്ന ഒരു പദമാണത്. ഇൻഷാ അല്ലാഹ് നിങ്ങളിതിൻ്റെ താഴെ അസ്ബലത്ത് എന്ന് പറഞ്ഞാൽ അസ്സമീഅ എന്നാണ് അർത്ഥം. സൂക്ഷ്മമായി ശ്രവിക്കുന്നവൻ എന്ന് നിങ്ങൾക്കറിയാവുന്ന രൂപത്തിൽ എഴുതി വയ്ക്കുക ഇൻഷാ അല്ലാഹ്. ഈ ബെയ്ത്തിൻ്റെ പ്രയോഗങ്ങൾ എങ്ങനെയാണ്? ഈ ബെയ്ത്ത് ഉരുവിടലിനെ പതിവാക്കിയാൽ പിശാചിൻ്റെ പിടിയിൽ നിന്നു രക്ഷപ്പെടും, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും, തെമ്മാടിത്തരത്തിൽ നിന്ന് വിട്ടുനിൽക്കും, ഉന്നതമായ സ്ഥാനത്തിലേക്ക് ഉയരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ബെയ്ത്ത് സ്ഥിരമായി ചൊല്ലലിനെ പതിവാക്കുമ്പോൾ നല്ല നീയത്ത് വെച്ച് ചൊല്ലുക. ഇപ്പോൾ മക്കൾ വഴിപിഴച്ചു പോയ എത്രയോ ആളുകളുണ്ട്. അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ, ഒരിക്കലും അതിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞിട്ട് പിന്മാറാതെ ഇരിക്കുന്നവർ, വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, അത്തരം ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു കളവും കൂടെയുണ്ട്. നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ അത് കാണിക്കാത്തത്. ഇത് ചൊല്ലിയാൽ തന്നെ ധാരാളമാണ്. ഇവിടെ വരുന്നവർക്കൊക്കെ, മുൻകൂട്ടി പറഞ്ഞു വരുന്നവർക്കൊക്കെ നമ്മൾ അത് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കളവും കൂടെ ചേർത്തിയിട്ട് ചെയ്താൽ കൂടുതൽ നന്നാകും, അല്ലാതെ ചെയ്താലും നല്ല ഫലമുണ്ടാകും. എത്രയോ ആളുകൾക്ക് ഫലമുണ്ട്. അപ്പോൾ അവിഹിത ബന്ധങ്ങളിൽ ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ, അങ്ങനത്തെ കേസുകൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മകളോട് തീരെ പറഞ്ഞത് കേൾക്കുന്നില്ല, നമുക്കിഷ്ടമില്ലാത്ത ഒരു പയ്യനുമായിട്ട് ഒരു ബന്ധത്തിൽ, ഒരു അഫെയറുമായിട്ട് അവർ റിലേഷൻഷിപ്പിലായിട്ടുണ്ട്. അത് മാറ്റുന്നില്ല. പറഞ്ഞാൽ ദേഷ്യം പിടിക്കുന്നു, വാശിയുണ്ടാകുന്നു, തീരെ പറഞ്ഞനുസരിക്കുന്നില്ല, അഹങ്കരിച്ച് സംസാരിക്കുന്നു, ഇറങ്ങിപ്പോകുമെന്ന് പറയുന്നു, അങ്ങനെ ഇറങ്ങിപ്പോകൽ സംഭവിക്കുന്നു. ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലൊക്കെ പെട്ടവർക്ക് ഈ ബെയ്ത്ത് ആ ഒരു ദുസ്വഭാവം മാറിക്കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായി ചെയ്യാവുന്നതാണ്. അവർ സ്വലാഹിൻ്റെയും ഖൈറിൻ്റെയും അഹ്ലുകാരിൽ ഉൾപ്പെടാൻ അത് കാരണമാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് പൈശാചികമായ ഷർറുകൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നവർ, ചില ആളുകൾ പലപ്പോഴും വന്നിട്ട് പറയുന്നുണ്ട്, ഉസ്താദ് എൻ്റെ ശരീരത്തിൻ്റെ എവിടേക്കോ കൂടി എന്തൊക്കെയോ വരുന്ന പോലെ തോന്നുന്നു, എന്തൊരു വലി വരുന്ന പോലെ തോന്നുന്നു, പെട്ടെന്ന് ആരോ വലിച്ച് കൊണ്ടുപോകുന്ന പോലെ തോന്നുന്നു, ശരീരത്തിലേക്ക് ആരോ ഉള്ളതുപോലെ തോന്നുന്നു. ഇങ്ങനൊരു പൈശാചികമായ ഷർറുകളുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു ബെയ്ത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായ സ്ഥാനങ്ങളിലെത്താനും ജീവിതത്തിൽ ഉയർച്ചയും വളർച്ചയും ലഭിക്കാനൊക്കെ ഈ ഇസ്മു വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഈ ബെയ്ത്ത് ദിനംപ്രതി രാത്രി സമയങ്ങളിൽ സൂര്യാസ്തമയത്തിന് ശേഷം ഖിബിലക്ക് മുന്നിട്ട് 40 തവണ ഉരുവിട്ട് കഴിഞ്ഞാൽ പിശാചിൻ്റെ ഒരു കെണുവലയിലും പെട്ട് അവന് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുകയില്ല. അതിൽ നിന്നൊക്കെ അവർക്ക് മോചനം ലഭിക്കുന്നതാണ്. പലപ്പോഴും നമ്മുടെ ഓരോ പ്രവർത്തികൾക്കും പ്രചോദനമാകുന്നത്, പ്രേരകമാകുന്നത് ഷെയ്ത്വാനാണ്, പിശാചാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അത്തരം ഷർറുകളെ തൊട്ട് രക്ഷ ലഭിക്കാൻ കാരണമാകുന്നതാണ്. ഇനിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതിൽ ബിനസ്സി ഹക്കീമിൻ ഖാതിഇസ് സിർരി അസ്ബലത്ത് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതിൽ ബി എന്നുള്ളത് ഒഴിവാക്കിയിട്ട്, ബാ ഒഴിവാക്കിയിട്ട് നസ്സി ഹക്കീമിൻ ഖാതിഇസ് സിർരി അസ്ബലത്ത് എന്ന് പറയുന്ന ആ ഒരു ഭാഗം, അത് വളരെ രഹസ്യങ്ങളുടെ കലവറയാണ്.
അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഭാഗവുമാണ്. നസ്സ്, ഹക്കീം, ഖാത്തിഉ സിർ, ഈ 4 പദങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഈ ഒരു വാക്യം അത് ഫാത്തിഹ സൂറത്ത് ഉമ്മുൽ കിതാബ് എന്നറിയപ്പെടുന്ന ഒരുപാട് രോഗങ്ങൾക്ക് ശിഫയുള്ള ഫാത്തിഹ സൂറത്തിലെ 14 അക്ഷരങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണ്. ഇത് എത്ര അക്ഷരങ്ങളുണ്ടെന്ന് എണ്ണി നോക്കൂ. നൂന് ഫസ്റ്റിൽ അക്ഷരമല്ലേ, നസ്സു ഹക്കീം. നൂന്, സ്വാദ്, ഹാ, കാഫ്, യാ, മീമ്, ഖാഫ്, ത്വാ, ഐൻ, അലിഫ്, ലാം, സീൻ, റാ, ഹാ, നൂൻ. ഇതിൽ 14 അക്ഷരങ്ങൾ ഫാത്തിഹ സൂറത്തിലുള്ള അക്ഷരങ്ങളാണ് എന്നുള്ളതാണ്. 14 അക്ഷരങ്ങൾ. അക്ഷരങ്ങൾ ഫാത്തിഹ സൂറത്തിലുള്ള അക്ഷരങ്ങളാണ്. ഇതിലെ 14 അക്ഷരങ്ങൾ. ഈ ഖുർആനിലെ തുടക്കങ്ങളിൽ വരുന്ന ചില അക്ഷരങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ സൂറത്തുൽ ബഖറയിലെ തുടക്കത്തിൽ വരുന്ന അക്ഷരങ്ങൾ ഉൾക്കൊണ്ടുന്ന ആയത്താണ് അലിഫ് ലാം മീം എന്ന് പറയുന്നത്. ശരിക്ക് പറയുമ്പോൾ അതിൻ്റെ തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പറയേണ്ടത് കേട്ടോ. അലിഫ് എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, ലാം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. ആ സാക്കിനായ മീമും പിന്നെയുള്ള മീമും കൂടി ചേരുമ്പോഴുള്ള തജ്വീദിൻ്റെ നിയമങ്ങൾ അവിടെ ഉണ്ടാകും. അതൊക്കെ പാലിച്ചാണ് ഓതുമ്പോൾ ഓതേണ്ടത്. ഞാനത് പറയുമ്പോൾ പറഞ്ഞതാണ്, അതൊക്കെ കൂടെ വിശദീകരിക്കാവുന്ന സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അലിഫ് ലാം മീം എന്ന് പറയുന്നത് പോലെയുള്ള തുടക്കത്തിൽ വരുന്ന ഇത്തരം അക്ഷരങ്ങൾ, അതിന് ചില പ്രത്യേക പേരുകളൊക്കെ ഉണ്ട്. സാധാരണക്കാർ കേൾക്കുന്നതുകൊണ്ടാണ് കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കാത്തത്. അലിഫ് ലാം മീം, അലിഫ് ലാം റാ, അലിഫ് ലാം മീം സ്വാദ്, കാഫ് ഹാ യാ ഐൻ സ്വാദ്, തോഹ, യാസീൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പദങ്ങളില്ലേ, മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക്. ഹാമീം, ഐൻ, സീൻ, ഖാഫ്, നൂൻ, ഖാഫ്, സ്വാദ്, ഇങ്ങനെയൊക്കെ വരുന്ന വിശുദ്ധ ഖുർആനിലെ തുടക്കങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന, ഈ തലപ്പത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ഈ വാക്യത്തിൽ ഈ അക്ഷരങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, അപ്പോൾ 2 രഹസ്യ പൊരുളുകൾ നിങ്ങൾ മനസ്സിലാക്കി. അതിലൊന്ന് ഈ പറഞ്ഞതാണ്, ഫാത്തിഹയിലെ 14 അക്ഷരങ്ങൾ ഇതിലുണ്ട്. രണ്ടാമത്തത് വിശുദ്ധ ഖുർആനിലെ തുടക്കത്തിൽ വന്ന ഇത്തരം ആയത്തുകളുടെ എല്ലാ അക്ഷരങ്ങളും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തത്, ഇത് നൂറാനിയത്തിൻ്റെ ഹർഫുകൾ എന്നാണ് ഇവകൾക്ക് പേര് പറയപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ നൂറാനിയത്തിൻ്റെ പവിത്രമായ സവിശേഷതകൾ ഉൾക്കൊണ്ടിട്ടുള്ള അക്ഷരങ്ങളാണ് ഈ അക്ഷരങ്ങൾ എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പദം നിങ്ങൾ കാണാതെ പഠിക്കണം. ഈ വാക്യം ഏതാണ്, ഈ ബെയ്ത്ത് തന്നെ കാണാതെ പഠിക്കണം. വളരെയധികം രഹസ്യങ്ങളുടെയും അത്ഭുതങ്ങളുടെയും കലവറയായ ഒരു ബെയ്ത്താണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവയുടെ അക്ഷരസംഖ്യ എന്ന് പറയുന്നത്, ഇതിൻ്റെ അദദ് എന്ന് പറയുന്നത് 693 ഈ 693 തവണ ഇത് രാത്രിയിൽ ഒരാൾ വളരെ ആത്മാർത്ഥമായിട്ട് ഖിബ്ലക്ക് മുന്നിട്ട് വുളുഓടുകൂടെ ഭൗതിക സംസാരങ്ങൾ സംസാരിക്കാതെ ഇരുന്ന് ചൊല്ലിക്കഴിഞ്ഞ് ഉടനെ അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്താൽ ആ ദുആഇന് വളരെ പെട്ടെന്ന് ഇജാബത്ത് കിട്ടും. കാരണം അത്രമേൽ രഹസ്യങ്ങളുടെയും അത്ഭുതങ്ങളുടെയും കലവറയാണ് ഈ ഇസ്മെന്ന് പറഞ്ഞ് മഹാന്മാർ നമ്മെ, ഈ വാക്യമെന്ന് പറഞ്ഞ് മഹാന്മാർ നമ്മെ പരിചയപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗം, നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ഈ ഒരു അമൽ നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. 2, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇത് എഴുതിയിട്ട് കയ്യിൽ വെച്ച് നമ്മൾ കൊണ്ടു നടക്കുകയും ഈ ഒരു അമൽ ഒരു തവണ ചെയ്യുകയും ചെയ്താൽ സാമ്പത്തികമായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാൻ ഈ ഒരു ബെയ്ത്തിലെ, ഈ ഒരു വാക്യത്തിലെ, ഈ ഒരു ഇസ്മിലെയൊക്കെ രഹസ്യങ്ങളും പവിത്രതകളൊക്കെ കാരണം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. സാമ്പത്തികമായ അഭിവൃദ്ധി, അതേപോലെ സാമ്പത്തികമായ പ്രതിസന്ധി, ഇതിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാനും ഒക്കെ കാരണമാകും എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അമലുകളുണ്ട്. എങ്ങനെയാണ് അമൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിലെ ഈ നസ്സ്, ഹക്കീം, ഖാത്തിഉ സിർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം 693 പറഞ്ഞല്ലോ. ഈ 693 എന്ന് പറയുന്ന ഈ അദദിനോട് യോജിച്ച അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മാണ് അൽ മുത്തക്കബ്ബിർ എന്ന് പറയുന്ന ഇസ്മ.
അത് അലിഫും ലാമൊക്കെ കൂട്ടിയിട്ടുള്ള അതത്. അൽ മുത്തക്കബ്ബിർ എന്ന് പറയുന്ന ഇസ്മ. അതത് രണ്ട് രൂപത്തിൽ പൊതുവിൽ പറയാറുണ്ട്. അലിഫ് ലാം എന്നുള്ളത് കൂട്ടിയിട്ടും പറയും, അല്ലാതെയും പറയും. അലിഫ് ലാം എന്നുള്ളത് കൂട്ടിയിട്ട് പറയുമ്പോൾ അൽ മുത്തക്കബ്ബിർ എന്ന് പറയുന്ന ഇസ്മിൻ്റെ അതത് ഇതിനോട് തുല്യമായിട്ട് വരും. അപ്പോൾ അസ്മാഉൽ ഹുസ്നയിലെ ഈ ഇസ്മും കൂടെ ചേർത്ത് ഇതിനോടുകൂടെ ചൊല്ലുമ്പോൾ കൂടുതൽ ഫലമുണ്ടാകും. അതേപോലെ തന്നെ മറ്റൊരു സമയത്ത് നമ്മൾ വിശദീകരിക്കാൻ നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞു നസ്സി ഹക്കീമിൻ ഖാത്തിഉ സിരി എന്ന് പറയുമ്പോൾ നസ്സ് എന്ന് പറയുമ്പോൾ ആദ്യം നൂന്, പിന്നെ സ്വാദ്, പിന്നെ ഹ, പിന്നെ കാഫ്, പിന്നെ യാ, പിന്നെ മീമ്. അപ്പോൾ ഇതിലെ ഓരോ അക്ഷരങ്ങളുണ്ടല്ലോ. അപ്പോൾ നസ്സ് എന്ന് പറയുമ്പോൾ ആദ്യത്തത് നൂനാണ് അല്ലേ. സ്വാദ് എന്ന് പറയുമ്പോൾ അതിലെ അക്ഷരം സ്വാദാണ്. റാ എന്ന് പറയുമ്പോൾ അതിലെ അക്ഷരം റാ ആണ്. അപ്പോൾ ഇതിലിപ്പോൾ റാഇൻ്റെ നമ്മൾ എടുക്കാം. റാഇൻ്റെ എടുക്കുമ്പോൾ ഞാനൊരു ഉദാഹരണം എടുക്കുകയാണ്. റാഇൻ്റെ എടുക്കുമ്പോൾ റാ എന്ന അക്ഷരം ഒരു എന്താ കടലാസിൽ എഴുതിയിട്ടുള്ള ഒരു അമലൊക്കെ ഉണ്ട് റാ എന്നുള്ള അക്ഷരം. അതേപോലെ തന്നെ അതിലെ റബ്ബ്, റഹ്മാൻ, റഹീം, റഊഫ്, റസാഖ്, റാഫി, റഖീബ്, ഇതൊക്കെ റാ എന്ന അക്ഷരം കൊണ്ട് ഉള്ള അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുകളാണ്. ഇങ്ങനെ ഈ ഒരു പദത്തിൻ്റെ ഈ വാക്യത്തിൻ്റെ തന്നെ ഒരുപാട് വിഷയങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ആഴങ്ങളിലേക്ക് ധാരാളം ഇറങ്ങാനുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ അത് പറയാം. ഇതിൽ ഐനുണ്ട്, ഖാത്തിഉ എന്ന് പറയുമ്പോൾ ഐനിൻ്റെത് അതിൽ അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുകൾ അസീസ്, അലി, അലീം, അദിൽ, അഫൂവ്, അലീം ഇതൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ സീനിന് നമ്മളൊരു പ്രത്യേകമായ ആയത്ത് പറയാറുണ്ട്, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ മറ്റൊരു സന്ദർഭത്തിൽ പറയാം. ഈ ബെയ്ത്ത് നിങ്ങൾ കൃത്യമായി എഴുതി വെക്കുക. നിങ്ങൾ കമൻറ്റിൽ എഴുതുന്ന സമയത്ത് ഇതിനോട് യോജിച്ച ഇസ്മ, ഇതിൻ്റെ ആദത് 693 അതിനോട് യോജിച്ചത് അൽ മുത്തക്കബ്ബിർ എന്ന് പറഞ്ഞ അസ്മാഉൽ ഹുസ്നയിൽ ഇസ്മാണ് എന്നും കൂടെ എഴുതിയാൽ കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെട്ടാലോ. നമ്മൾ കാരണമായിട്ട് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് ഇതുകൊണ്ട് കാമിൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.